പേഴ്സണൽ ബ്രാൻഡിംഗ് എന്ന് പറഞ്ഞൊരു കാര്യം മിക്കവാറും എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പേഴ്സണൽ ബ്രാൻഡിംഗ് വഴി കരിയർ ബേസ്ഡ് ആയിട്ടുള്ള ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമെന്ന് പറഞ്ഞാൽ മേ ബി നിങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ കേട്ടിട്ടുണ്ടാവത്തില്ല. ഞാൻ അതിനെപ്പറ്റിയാണ് പറയാൻ പോകുന്നത്. സോ ബേസിക്കലി ഇത് വേറെ ആരുടെയും സ്റ്റോറിയല്ല, ഞാൻ എൻ്റെ സ്റ്റോറി തന്നെയാണ് പറയുന്നത്. ഞാൻ എൻ്റെ കരിയർ കിക്ക് സ്റ്റാർട്ട് ചെയ്തത് ഫ്രീലാൻസിങ് വഴിയായിരുന്നു. അപ്പോൾ ആ ഫ്രീലാൻസിങ് ഞാൻ ചെയ്തതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാനൊരു പ്രൊഫഷണൽ ജോബിലേക്ക് വരെ മൂവ് ചെയ്യുന്നത്. ആൻഡ് ആ ജോബിൽ അവരെന്നെ ഹയർ ചെയ്തത് എൻ്റെ ഫ്രീലാൻസ് എക്സ്പീരിയൻസും എക്സ്പോഷറും കണ്ടിട്ടാണ്. ആൻഡ് അവിടെ തൊട്ട് പിന്നീടുള്ള ഓരോ ഓപ്പർച്യൂണിറ്റിയും അതെല്ലാം എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയത് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് ഇടുന്നതും എല്ലാം നിങ്ങൾ ഈ കാണുന്ന ഈ പ്രൊഫൈൽ വഴിയാണ്. ഇത് ഞാനൊരു കമ്പനിയുടെ പേരിലൊന്നും ചെയ്യുന്നതല്ല. ഇറ്റ് ഇസ് ഇൻ മൈ നെയിം. എൻ്റെ പേരിലാണ് ആ ഒരു സർവീസ് ആണെങ്കിലും ആ ഒരു കൺസൾട്ടേഷൻ ആണെങ്കിലും ഞാൻ കണ്ടക്ട് ചെയ്യുന്നത്. ഈവൻ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് ആണെങ്കിലും എൻ്റെ പേരിലാണ് ഞാൻ കോഴ്സ് കൊടുക്കുന്നത്. ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് പേഴ്സണൽ ബ്രാൻഡിങ്. പേഴ്സണൽ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഈ ബ്രാൻഡ് ഇങ്ങനെ ആയിരിക്കണം, അത് പോഷ് ആയിരിക്കണം, അത് ലക്ഷറി ആയിരിക്കണം, അങ്ങനെയൊന്നുമില്ല. അത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ആ ബ്രാൻഡിനെ വിഷൻ ചെയ്യുന്നത് എന്നുള്ള അനുസരിച്ചിരിക്കും ആ ബ്രാൻഡ് എങ്ങനെ പോർട്രേ ചെയ്യണോ എന്നുള്ളത്. അതുപോലെ തന്നെ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യുമ്പോൾ വീഡിയോ ചെയ്യണം, എല്ലാ ദിവസവും പോസ്റ്റ് ഇടണം, അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ ഒരു കംഫോർട്ടും നിങ്ങളുടെ ഐഡൻറ്റിറ്റിക്കും എങ്ങനെയാണോ അത് മാച്ച് ആവുന്നത് ആ രീതിയിൽ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെബ്സൈറ്റ് മാത്രം മെയിൻറ്റെയിൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ ആക്റ്റീവ് ആവാം, വീഡിയോസ് ഇടേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ പോസ്റ്റ് മാത്രം ഇടാം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള ഫേസ്ലെസ് വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ ഈ പേഴ്സണൽ ബ്രാൻഡിംഗ് എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾക്ക് കരിയർ ഓപ്പർച്യൂണിറ്റീസ്, ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്, ഓരോ ബ്രാൻഡ് കൊളാബറേഷൻസ്, അങ്ങനത്തെ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കിട്ടാൻ പോസിബിൾ ആണ് ത്രൂ പേഴ്സണൽ ബ്രാൻഡിങ്. അപ്പോൾ ഇഫ് യു ആർ സമൺ ഹു വോണ്ട് ടു ഇംപ്രൂവ് യുവർ പ്രൊഫൈൽ, നിങ്ങളുടെ പ്രൊഫൈലൊക്കെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യണം, അത് കരിയറിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ ബിസിനസ്സിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യണം, ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്ന രീതിയിൽ നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾക്ക് ഷോക്കേസ് ചെയ്യണം, അങ്ങനെ പല ഗോൾസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇതിൽ ഏത് ഗോളോ ആയിക്കോട്ടെ പേഴ്സണൽ ബ്രാൻഡിങ് ഇസ് സ്യൂട്ടബിൾ ഫോർ യു. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ എങ്ങനെ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ ബ്രാൻഡിങ് സർവീസസ് കൺസൾട്ടേഷൻ വേണമെങ്കിൽ ഡയറക്ട്ലി മെസ്സേജ് മീ. ഇപ്പോൾ എല്ലാവർക്കും സ്യൂട്ടബിൾ ആവുന്ന ഒരു മെത്തേഡ് നിങ്ങളുടെ പ്രൊഫൈലിൽ സ്യൂട്ടബിൾ ആവണമെന്നില്ല. എവറി പ്രൊഫൈൽ നീഡ്സ് എ കസ്റ്റമൈസേഷൻ. നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡും നിങ്ങളുടെ വേ ഓഫ് അപ്രോച്ചും നിങ്ങളുടെ ഗോൾസിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡ് എങ്ങനെ ബിൽഡ് ചെയ്യണോ എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരാൾക്ക് വർക്ക്ഔട്ട് ആവുന്ന സ്ട്രാറ്റജി എല്ലാവർക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ പോസിബിൾ അല്ല പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ. സോ ഇഫ് യു ആർ സമൺ ഹു ഇസ് ലുക്കിംഗ് ഫോർ പേഴ്സണൽ ബ്രാൻഡിങ്, ഡയറക്ട്ലി മെസ്സേജ് മീ. ഐ വിൽ ഷെയർ മോർ ഡീറ്റെയിൽസ്.